അസ്സലാമുഅലൈക്കും. വെൽക്കം ടു Zahrabanu കുക്കിംഗ് ആൻഡ് ടിപ്സ്. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്കിവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടെ വെള്ളപ്പമാണ്. ഈ വെള്ളപ്പം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത് ബാച്ചിലേഴ്സിനെയും അതുപോലെ തന്നെ പുതുതായിട്ട് അടുക്കളയിലേക്ക് കയറുന്നവർക്കും വേണ്ടിയാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇതിന് ആവശ്യമുള്ളത് പച്ചരിയാണ്. ഈ പച്ചരി 4 അല്ലെങ്കിൽ 5 മണിക്കൂർ കുതിർത്ത് വെക്കണം. അതിനുശേഷമാണ് ഇത് നമുക്ക് ഉപയോഗിക്കേണ്ടത്. ഇനി ഈ പച്ചരി നമുക്കൊരു മിക്സിയിലെ ജാറിലേക്ക് മാറ്റാം. ഇത് ഈ ജാറിലിട്ടതിന് ശേഷമാണ് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ അതൊരു പാകത്തിനായിരിക്കണം. വെള്ളം കൂടാൻ പാടില്ല. ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെ ആയിരിക്കണമെന്ന്. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങാ വെള്ളം പുളിപ്പിച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് തലേ ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം മുമ്പ് ഒരു 1/4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കലക്കിയിട്ട് അടച്ചു വെക്കുക. ഇതൊന്ന് തേങ്ങാ വെള്ളം പുളിപ്പിച്ചത്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് അല്പം വെള്ളം. അതിനുശേഷം ഇതൊന്ന് അരച്ചെടുക്കാം. കുറച്ചൊന്ന് അരിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് വറ്റ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് വറ്റ് മതി. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഈ ഒരു പരുവത്തിലായിരിക്കണം. അതുപോലെ നൂല് പോലെ ഇരിക്കണത് ഒഴിച്ചു കൊടുക്കുമ്പോൾ. ഇനി ഇതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ആക്കുക. അതിനുശേഷം ഈ കൺസിസ്റ്റൻസിയിലാണിത് വേണ്ടത്. ഈ മാവിൻ്റെ അരവ് ഇതിൽ ആവശ്യമുള്ള വെള്ളം ഈ കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഇതിലേക്ക് അല്പം സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഇത് ഒരു 1/4 ടേബിൾ സ്പൂൺ മതി, കൂടുതലൊന്നും വേണ്ട. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇത് ഫ്ലെയിം സ്റ്റൗവിൽ വെക്കുകയാണെങ്കിൽ വളരെ സിമ്മാക്കിയിട്ട് വെക്കണം. എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ തൊട്ടാൽ ചൂടുണ്ടെന്ന് തോന്നുന്ന രീതിയിലായിരിക്കണം ഇത് ചൂട് കൊള്ളേണ്ടത്. തൊട്ടാൽ പൊള്ളരുത്, പക്ഷെ നമുക്ക് തൊട്ട് നോക്കാവുന്ന രീതിയിലായിരിക്കണം ഇതിന് ചൂട്. അല്ലെങ്കിൽ എളുപ്പമെന്ന് വെച്ചാൽ നമുക്ക് അടുപ്പിൽ വെച്ച് കൊടുക്കാം. പാചകമൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് അടുപ്പിൽ വെച്ച് കൊടുക്കാം. ചെറിയ ചൂടുണ്ടാവുമല്ലോ അടുപ്പ്, അവിടെ അതിൽ വെച്ച് കൊടുത്താലും മതി. അത് അടുത്ത ദിവസം നോക്കുമ്പോൾ അത് ഇങ്ങനെ ഒരു ഫ്ലഫി ആയിട്ടായിരിക്കും നമ്മുടെ മാവിരിക്കുക. കുറച്ച് കട്ടിയുണ്ടാവും. അതിനുശേഷം ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതുള്ളൂ. അത് ചേർത്ത് നല്ലപോലെ ഇളക്കണം. അല്ലെങ്കിൽ ഉപ്പ് അവിടെ ഇവിടെ കട്ട പിടിച്ചിരിക്കും. ഇനി നമുക്കിത് ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അപ്പച്ചട്ടി ഒരു നോൺ സ്റ്റിക്ക് അപ്പച്ചട്ടിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് നല്ലപോലെ ഒന്ന് കറക്കിയെടുക്കാം. ഈ മാവ് ഇതിലൊന്ന് കറക്കിയിട്ട് എടുക്കണം. ഇതുപോലെ വട്ടത്തിലൊന്ന് കറക്കിയെടുക്കണം. ഇത് നമ്മുടെ അപ്പച്ചട്ടി. അതിനുശേഷം അതുപോലെ ഒന്നുകൂടി കാണിച്ചു തരാം. തവിയിലെടുത്തതിന് ശേഷം കുറച്ച് ചൂടായ ചട്ടിയിലേക്കത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കറക്കിയെടുക്കാം. ഇതുപോലെ കറക്കിയെടുക്കണം. ഉണ്ടോ, അതിൻ്റെ വക്കിലൊക്കെ മാവ് ഒട്ടി പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് അടച്ചു വെക്കുക. അത് 4-5 സെക്കൻഡിന് ശേഷം എടുത്ത് നോക്കാം. കണ്ടോ, ഇത് ചട്ടിയിൽ നിന്നും അടർന്ന് നിന്ന് മനസ്സിലാക്കാതെ വേവായിട്ടുണ്ട് എന്നുള്ളത്. നടുവിലൊരൽപ്പം കട്ടി ഉണ്ടാവും. സ്പോഞ്ച് പോലെ ഇരിക്കും നടുവിൽ.
ചുറ്റും കനം കുറഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ വെള്ളപ്പം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നുള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.